മേഖലയിൽ അമേരിക്കൻ സൈനിക വിന്യാസം തങ്ങളെ ഭയപ്പെടുത്തുന്നില്ലെന്നും ആണവ പദ്ധതിയുടെ ഭാഗമായുള്ള യുറേനിയം സമ്പുഷ്ടീകരണം ഒരിക്കലും അവസാനിപ്പിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ഒരു യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടാൽ പോലും യുറേനിയം സമ്പുഷ്ടീകരിക്കുവാനുള്ള അവകാശം തങ്ങൾ ഉപേക്ഷിക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. തങ്ങളുടെ സമാധാനപരമായ ആണവ പരിപാടികൾക്കായി രാജ്യം ഇതിനകം വലിയ വില നൽകിയിട്ടുണ്ടെന്നും തങ്ങളുടെ നിലപാടുകൾ ആരും നിർദ്ദേശിക്കേണ്ടതില്ലെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഒമാനിൽ വെച്ച് അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി കൂടിക്കാഴ്ച നടത്തി 2 ദിവസത്തിനു ശേഷമാണ് ഇറാന്റെ ഈ ശക്തമായ പ്രതികരണം വരുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കുവാൻ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഗൾഫ് മേഖലയിൽ US സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചത്. എന്നാൽ ഇത്തരം സൈനിക നീക്കങ്ങൾ തങ്ങളെ ബാധിക്കില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു. ആയുധ നിർമ്മാണത്തിന് ആവശ്യമായ നിലവാരത്തിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കുവാൻ ഇറാൻ ശ്രമിക്കുന്നുവെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നാണ് ഇറാന്റെ വാദം. അതേസമയം 37 വർഷത്തിനിടയിൽ ആദ്യമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എയർഫോഴ്സ് കമാൻഡർമാരുമായുള്ള വാർഷിക യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. 1989 അദ്ദേഹം ചുമതലയേറ്റതു മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ നടത്തിയിരുന്ന ഒരു ചടങ്ങായിരുന്നു കമാൻഡർമാരുടെ വാർഷിക യോഗം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയും US ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഈ നിർണായക ഘട്ടത്തിലാണ് ഖമേനിയുടെ അസാന്നിധ്യം. US ഭീഷണിയെ തുടർന്ന് ഖമേനി ബങ്കറിലേക്ക് മാറിയെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്.